ഹായ്, എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രെഡും കൊണ്ട് ഈ മുട്ട ഇന്നാളെ ഞാൻ ചെയ്യത്തില്ലായിരുന്നു, മുട്ട പൊരിച്ചിട്ട് മുട്ട പീസാക്കി അത് ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ടോസ്റ്ററിൽ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും. ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെ പോള് പറയാം, മമ്മി ഇതുണ്ടാക്കാൻ ഒത്തിരി സമയം എടുക്കുമോ മമ്മി? ഞാൻ പറഞ്ഞു എന്താടാ റോജ് മീൻസ് എന്നും ഹിന്ദിയിലും പറയും എന്നും ഇതങ്ങ് ഉണ്ടാക്കുന്നേ. ഞാൻ പറഞ്ഞു പിന്നെ എന്നും ഉണ്ടാക്കാൻ മുട്ട അങ്ങനെ തിന്നണ്ട അത് പറഞ്ഞ്. പിള്ളേർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് കൂടെ ഒക്കെ ചേർത്തേലേ ഇതിനൊരു ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ കാരണം ഞാൻ പച്ചമുളക് അങ്ങനെ ചേർക്കാറില്ലായിരുന്നു, ഈ പിള്ളേരിലെടുത്ത് തിന്നുന്ന വഴിക്ക് എരിയായാലോ എന്നും പറഞ്ഞ്. പക്ഷേ ഇത് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് അതിൽ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ മുട്ട ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവർക്കും ഞാനിങ്ങനെ ഉടനെ ചൂടോടുകൂടി അങ്ങ് ഉണ്ടാക്കി കൊടുത്തു. അതിന് ശേഷം പിന്നെ മെഴുക്കുവരട്ടി അങ്ങ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ കോവയ്ക്ക ഉണ്ടായിരുന്നു കുറച്ച്, അത് ഇന്നലെ അരിഞ്ഞ് വെച്ചായിരുന്നു ഞാൻ. അപ്പോൾ അതങ്ങ് മെഴുക്കുവരട്ടിക്ക് വേണ്ടി ഇട്ടാൽ പിന്നെ അതിങ്ങനെ തീ കിടന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് അതിനെ നോക്കിയാൽ മതി, അതിന് പുറകെ നമുക്ക് കിടക്കണ്ടല്ലേ. അപ്പോൾ അത് ഒത്തിരി സമയം എടുക്കത്തില്ല ഇതിങ്ങനെ. അല്ലെങ്കിൽ ഉപ്പി പറ്റിച്ചിട്ട് നമ്മൾ മെഴുക്ക് വരട്ടുവാണെങ്കിൽ കുറേയും കൂടെ പെട്ടെന്ന് പറ്റും. ഇതിപ്പോൾ നമ്മൾ ഉപ്പി പറ്റിക്കുമെന്ന് വെച്ചാൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പകുതി വേവിക്കും അങ്ങനെ, എന്നിട്ട് എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുറേയും കൂടെ ആകും. ഇതാ നമ്മളിപ്പോൾ ഉപ്പി പറ്റിക്കുന്നില്ലല്ലേ, ഇത് കിടന്ന് തന്നെ വഴന്നല്ലേ വരുന്നത്. അതൊന്ന് അടപ്പത്തിട്ടിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഇട്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ചെറിയ ടൊമാറ്റോ അതുകൂടെ ഒന്ന് അരിഞ്ഞിട്ട് ആ ഒരു സൗണ്ട് കേൾക്കുന്ന എന്തുവാന്നോ, എനിക്കിപ്പോൾ വീഡിയോയിൽ കൂടെ ഇത് നന്നായിട്ട് സൗണ്ട് കേൾക്കാം. പക്ഷേ നമ്മൾ നോർമലി അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലാവത്തില്ല. വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ ആ സ്റ്റീൽ ചരുവത്തിൻ്റെ അടിയിൽ നിന്ന് ഒന്ന് ചൂട് കയറുമ്പം ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും. അതാ പ്രോൺസ് അച്ചാറിനെ പ്രോൺസ് വാങ്ങിച്ചോണ്ടേ ഇച്ചിരിയും തോരനൂടെ വാങ്ങിച്ച്. അപ്പം അത് എൻ്റെ തൊലി പുറത്ത് അവർ കളഞ്ഞിങ്ങനെ പുറത്ത് കളഞ്ഞ. അപ്പോൾ ഈ അടിയിൽ ഒരു നൂലുണ്ട്, അവർ പറയാതെ എടുക്കണ്ടാന്ന്. ഞാനന്ന് അച്ചാറിനും അതെല്ലാം എടുത്താണ് ചെയ്തത്. അപ്പം ഇതിൻ്റെ അടിയിലത്തെ ഇപ്പം ഇത് തോരൻ വെക്കാനായതുകൊണ്ട് നമുക്കിങ്ങനെ മുറിക്കാമല്ലേ, അതുകൊണ്ട് മുറിച്ചിട്ട് അന്നേരം എളുപ്പം എടുക്കാം. മറ്റേത് അച്ചാറിനാകുമ്പോൾ ഇങ്ങനെ കുഞ്ഞിതായിട്ട് മുറിക്കാക്കത്തില്ലല്ലേ. എന്നിട്ട് ഞാൻ വെള്ളത്തിലോട്ട് അങ്ങ് മുക്കും, അന്നേരം അതങ്ങ് കയ്യിൽ നിന്ന് വിടും. ഇത്രയും ഞാൻ ക്ലീൻ ചെയ്തെടുത്ത്. ഇത് തോരൻ വെച്ചാൽ റീച്ചാന ഭയങ്കര ഇഷ്ടം. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോൺസ് ഇഷ്ടം റീച്ചാന. പിന്നെ ഇവിടെ കഴിക്കാത്തത് പോളേ ഉള്ളൂ, അവൻ അത്ര ഇഷ്ടമല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മാർക്കറ്റിൽ പോകണേ മീനൊന്നുമില്ല. എനിക്ക് മീൻ അച്ചാറിന് കേര നോക്കാൻ പോകണമായിരുന്നു. കേര അവിടെ ദേശത്തോട്ടേ ഇല്ല. അപ്പോൾ പ്രോൺസ് ഒരു വാട്ടം ഇരിക്കുന്നത് 500 രൂപ.
എൻ്റെ പൊന്നോ ജീവൻ വിട്ടു. ഇവിടെ ആണെങ്കിൽ കിലോ 700 രൂപയാണ് നമ്മൾ ഈ അച്ചാറിന് വാങ്ങിക്കുന്നത്. ഇനിയുമാണെങ്കിൽ ഈ സമയത്താണെങ്കിൽ ഞാൻ അന്ന് വാങ്ങിച്ചോണ്ട് 700 പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇനി എത്രയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനത് ഇച്ചിരി ഉള്ളായിരുന്നു. അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇച്ചിരി വിനാഗിരി ഒഴിച്ചിട്ടേക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ആ വഴുവഴുപ്പൊക്കെ അങ്ങ് പോവും, നന്നായിട്ട് നമുക്ക് ക്ലീനായിട്ട് കിട്ടും. സാധാരണ ഞാൻ ലാസ്റ്റിലാണ് കടുക് വറുക്കുന്നത്. ഇനിയിപ്പം കടുക് കൂടെ സമയമില്ല. കടുക് വറുത്തിട്ട് അതിൻ്റെ അകത്ത് പൊടി ഇട്ടൊന്ന് ഊപ്പിക്കാം. ഇങ്ങനെ ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാൻ സാധാരണ ഒന്നി കഷ്ണങ്ങൾ പൊടികളും എല്ലാം ചൂടാക്കി അങ്ങനെ വെക്കും, അല്ലെങ്കിൽ കഷ്ണങ്ങൾ വേവിച്ചിട്ട് പൊടികൾ മൂപ്പിച്ച് ചേർത്തിട്ട് ലാസ്റ്റിൽ കടുക് വറുക്കും. ഇന്നിപ്പം ആ പ്രോൺസിൻ്റെ നൂല് പറിക്കാനിരുന്ന് അതിൻ്റെ പുറകെയായിരുന്നു, ഒത്തിരിയും സമയമായി. ഇപ്പം ഞാനെന്നാ ചിന്തിച്ച് കടുക് കൂടി ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ കാണാനൊരു ഭംഗിയില്ല. കാരണം കടുക് നമുക്ക് കാണാനേ പറ്റത്തില്ല, ആ മസാല ചേർത്തതായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. ലാസ്റ്റിൽ ഇത്തിരി കടുക് വറുത്ത് ചേർക്കുവാണെങ്കിൽ കാണാനൊരു ഗുമ്മുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉലുവാപ്പൊടിയും എല്ലാം ചേർത്ത്, കായപ്പൊടി ഇപ്പോൾ അങ്ങ് ചേർക്കും. കാരണം പിന്നൊരു കടുക് വറക്കില്ലല്ലേ, അതുകൊണ്ടെല്ലാം ഇപ്പോഴങ്ങ് ചേർത്ത് ഇതിൻ്റെ അകത്ത് അങ്ങ് ചേർക്കാം. അപ്പം ഞാൻ ടൊമാറ്റോ ചെറുതാണെങ്കിലും ഒരു 4-5 എണ്ണം ചേർത്തായിരുന്നു. പക്ഷേ അതിനങ്ങോട്ട് ഇച്ചിരി പുളി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി പുളി വീണ്ടും, എന്തോ ടൊമാറ്റോയ്ക്ക് അങ്ങോട്ട് പുളിയേ ഇല്ല, അല്ലെങ്കിൽ അത് പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സാമ്പാർ ഭാജി വാങ്ങിക്കാൻ പോയതുകൊണ്ട് അന്ന് അവിടെ നമ്മുടെ മുരിങ്ങക്കായ ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഞങ്ങൾ മീൻ വാങ്ങിച്ചിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ മാങ്ങ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം മാങ്ങായൂടെ വാങ്ങിക്കാൻ പോയതുകൊണ്ട് രാവിലെ അവിടെ പച്ചക്കറിക്കാരൊക്കെ ഇരിക്കും. ഞങ്ങളുടെ ഇവിടെ അടുത്തല്ല, ഞങ്ങൾ സ്റ്റേഷൻ്റെ ആ റൂട്ടിലാണ് പോയത്. അപ്പം ഇഷ്ടംപോലെ മുരിങ്ങക്കായ ഇരിക്കുന്നു. അപ്പോൾ റേച്ചാന് പെട്ടെന്ന് വേറെ അടുത്ത് ഒരു ഫ്യൂണറൽ സർവീസ് ഉണ്ടായിരുന്നു, അതിന് പോകണമായിരുന്നു. അതുകൊണ്ട് പച്ചക്കറി ആവട്ടെ ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി മുരിങ്ങയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വന്ന് എനിക്ക് അതിൻ്റെ കാമ്പെടുത്ത് ഇച്ചിരി മുറ്റിയതുപോലുള്ള ഇത്തിരി വണ്ണമുള്ള മുരിങ്ങയ്ക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ കാമ്പെടുത്തിട്ട് തോരൻ വെക്കാൻ നല്ല മുട്ടത്തോരൻ വെക്കുന്നത് പോലെ ഇരിക്കും. ഇവിടെ മുരിങ്ങയ്ക്ക ഇങ്ങനെ സാമ്പാറിലൊക്കെ ഇട്ടാൽ പ്രൈസം കൊച്ചനും ഇഷ്ടമാണ്, അപ്പച്ചനും ഇഷ്ടമാണ്, ഞാനും കഴിക്കും. അല്ലാതെ ഈ തോരൻ നമ്മൾ വെക്കുവാണെങ്കിൽ പോളും എല്ലാം കഴിക്കും. കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എന്തൊക്കെയാണെങ്കിലും മുരിങ്ങയുടെ എല്ലാം, മുരിങ്ങ ഇല, മുരിങ്ങയ്ക്ക എല്ലാം നമുക്ക് ശരീരത്തിന് ഗുണം തരുന്നതല്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലാസ്റ്റിൽ ഇത്തിരി പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ഈ പ്രോൺസ് ഒത്തിരി അങ്ങ് ഇല്ലായിരുന്നു, ഒരു 300 ഗ്രാം എങ്ങാനും കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 2 സവാള എടുത്ത് ഇച്ചിരി ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പിന്നെ ഞാൻ തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത് അതെല്ലാം കൂടെ ഒന്ന് നന്നായി ഞെപിടിയെടുക്കാം. തേങ്ങയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി, ഇപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഉലുവാപ്പൊടി എല്ലാം നമ്മൾ സാധാ. ഇതിൻ്റെ അകത്ത് ഞാൻ പ്രോൺസിൻ്റെ അകത്ത് ഇച്ചിരി കുരുമുളക് ഞാൻ കൂടുതൽ ചേർക്കും. കുരുമുളക് പൊടി ഞാൻ എടുത്തപ്പോൾ ഞാൻ ചിന്തിച്ച് പൊടിച്ചതെൻ്റേത് വേറെ ഡബ്ബയിൽ ഇരിപ്പുണ്ടെന്ന് നോക്കിയോണ്ട് അതിൻ്റെ അകത്തും ഇച്ചിണിയും ഉള്ളായിരുന്നു. കുരുമുളക് കുറേയും കൂടെ പൊടി ഇച്ചിരിയും കൂടെ ചേർക്കുമായിരുന്നെങ്കിൽ കുറേയും കൂടെ നല്ലതായിരുന്നു. ഇനി കുരുമുളക് പൊടിക്കണം, ഉലുവാപ്പൊടി പൊടിക്കണം. അപ്പം ഈ 2-3 ദിവസം കൊണ്ട് ഇച്ചിരി അച്ചാറിൻ്റെ പരിപാടി ആയതുകൊണ്ട് ഒട്ടും സമയം കിട്ടുന്നില്ല. അതുമല്ല ഞാനങ്ങ് മറന്നുപോകും. ഇനി കുരുമുളക് എടുത്ത് ഞാൻ വേറൊരു ഡബ്ബ മേളി വെച്ചേക്കുക, അതെടുത്ത് ഇനി താഴെ എങ്ങാനും വെക്കുവാണെങ്കിലേ നമ്മളത് ഓർക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഈ എടുക്കുന്ന സമയത്താണ് ഓർക്കുന്നത്. അപ്പോൾ ഉലുവായുടെ പാക്കറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കാണത്തക്ക വിധത്തിൽ എടുത്ത് വെച്ചിരുന്ന് പിന്നെയും സമയം കിട്ടിയില്ല. ഇനി അതെല്ലാം പൊടിക്കണം. ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായി ആ സവാളയൊക്കെ നന്നായി ഒന്ന് ഞെവിടി ഉടയ്ക്കട്ടെ. ഞാനിതെല്ലാം കൈ കൊണ്ട് നന്നായി ഞെവിടിയതിന് ശേഷം പിന്നെ ആ പ്രോൺസ് കൂടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഒത്തിരി വെള്ളം വേണ്ട, കാരണം പ്രോൺസിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇച്ചിരി കൈയിൽ വെള്ളം ഒഴിച്ച് അതൊന്ന് ഒതുക്കി അടപ്പത്തോട്ട് വെക്കാമേ. നല്ല ഇത് തോരൻ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ്. എനിക്ക് പ്രോൺസ് മസാലയൊക്കെ ഇഷ്ടം, ഇങ്ങനെ തോരൻ വെക്കുന്നത് ഇഷ്ടമാണ്. നല്ല ഒരു സൈസ് ഉണ്ടമുളകുണ്ടല്ലോ, ഞങ്ങൾ ഉണ്ടമുളകെന്ന് പറയും, നല്ല മണമുള്ള അതൊക്കെ ആയിരുന്നെങ്കിൽ കുറേയും കൂടെ തോരന് ടേസ്റ്റ് കിട്ടിയതിനായിരുന്നു. മറ്റേ മീൻ തോരൻ വെക്കുന്നതും പ്രോൺസ് തോരൻ വെക്കുന്നതുമായിട്ടുള്ള ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മൾ സ്പൂണും കൊണ്ട് എത്ര ഇട്ട് ഇളക്കിയാലും ഇത് പൊടിയത്തില്ല, അത് ഒന്നുകൂടെ നല്ല കട്ടിയായിട്ട് വരും. അല്ലാതെ നമ്മൾ മത്തിയോ അങ്ങനെയുള്ളതെങ്ങാനും
തോരൻ വെക്കുകയാണെങ്കിൽ സ്പൂണും കൊണ്ടിട്ട് ഇളക്കുകയാണെങ്കിൽ അത് പൊടിഞ്ഞു പോകും. ഉലുവാപ്പൊടി ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഞാനിതിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രോൺസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് പിറ്റേ ദിവസവും ഞാൻ റേച്ചാന് വെച്ചിരുന്നു. കാരണം റേച്ചാൻ ഇത് അല്ല കൂട്ടത്തുള്ളൂ, വേറെ അല്ലാതെ അയല മത്തി അങ്ങനെയുള്ളതൊന്നും കൂട്ടത്തില്ലല്ലേ. പിന്നെ ആവോലി അങ്ങനെയുള്ളതൊക്കെ കൂട്ടും. അപ്പം ഞാൻ നമ്മളൊക്കെ അല്ലാത്ത മീനും കൂട്ടുമല്ലേ, കഴിക്കുന്നെങ്കിൽ ഞാൻ കഴിച്ചോട്ടെന്ന് പറഞ്ഞ് റേച്ചാൻ 2 ദിവസം ഞാൻ കൊടുത്തു. ആദ്യത്തെ ദിവസം എല്ലാവർക്കും കൊടുത്തു. അപ്പം റേച്ചാൻ ഇന്നലെ ഫ്രൂട്ട്സ് വാങ്ങിച്ച്. ഈ മാങ്ങ കാണാൻ നല്ല കളറുണ്ട്, പക്ഷേ മധുരം ഇല്ലായിരുന്നു. അപ്പം ഞാൻ എന്തോ ഇതൊന്നോ നമ്മുടെ ശരീരം തണുക്കാൻ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇതുണ്ടല്ലേ ഗോന്ത് കരീത, അത് ഇച്ചിരി എല്ലാവർക്കും ഇത് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തിട്ട് കൊടുക്കാമെന്ന് വെച്ച്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവർക്കിടെ വയറ്റിൽ ഇത്തിരി തണുപ്പില്ല, എന്തൊക്കെ മെനക്കേട് പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാങ്ങ പുറമേ നല്ല കളറുണ്ടായിരുന്നു, കട്ട് ചെയ്തുമ്പം 1-2 ഒക്കെ നല്ലതായിരുന്നു, ബാക്കിയൊക്കെ യെല്ലോ കളറായിരുന്നു, ഒട്ടും മധുരം പുളിയായിരുന്നു. അത് 2-3 ദിവസം വെക്കുവാണെങ്കിൽ അത് പഴുക്കും. അപ്പോൾ ഞാൻ അതിന് മധുരം അങ്ങനെ ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ ഇച്ചിരി ഷുഗർ സിറപ്പൊന്ന് ഒഴിച്ച് എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നേ അതെല്ലാം ഒന്ന് തണുക്കാനായിട്ട്. അപ്പം വേറെ ഫ്രൂട്ട്സുകളുണ്ടെങ്കിൽ കുറേയും കൂടെ നല്ലത്. എൻ്റെ ഇത് 2 മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ട് ഞാൻ ഇതിന്ന് ഒരു 2-3 സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല തണുപ്പായിരുന്നു ഇത് ഇപ്പോൾ ഫ്രൂട്ട്സ് കൂടെ അതി വെച്ചുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. എന്നിട്ട് ഒരിത്തിരി വേണമെങ്കിൽ നിങ്ങൾക്ക് പാലൊഴിക്കാം, ഞാൻ പാലൊന്നും ചേർത്തില്ല. ഇങ്ങനെ ഫ്രൂട്ട്സും ഇതുകൂടെ ചേർത്ത് എങ്ങനെയും ശരീരത്തിന് ഇപ്പം നല്ല ചൂടല്ല, അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പം ഇത്തിരി നല്ലതാണ്. ഫ്രൂട്ട്സിന് മധുരം ഇല്ലായിരുന്നു, പിന്നെ അതുമല്ല എല്ലാവരുടെയും വയറ്റിൽ ചെല്ലട്ടെ. എന്തോന്നാലും ഫ്രൂട്ട്സ് കട്ട് ചെയ്യും, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം കുഴപ്പമില്ലല്ലേ. ഞാൻ ആവശ്യത്തിനുള്ള നമ്മുടെ ഗോന്ത് ചേർത്തതിന് ശേഷം ഒരിത്തിരി ഒരു ലൂസ് പരുവം ഇളക്കിയുണ്ടെങ്കിൽ ആ മാങ്ങയിൽ നിന്നൊക്കെ ഇച്ചിരി ജ്യൂസൊക്കെ വന്ന് പിന്നെ ഇത്തിരി നമുക്ക് സ്പൂണും കൊണ്ട് കോരി കുടിക്കുന്ന ഒരു പരുവമായി. അപ്പം തണുത്തത് കൂടെ ഇച്ചിരി ഫ്രിഡ്ജിൽ വെച്ചത് കൂടെ ആയതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പഴമൊക്കെ ഉണ്ട്, പഴം, ചിക്കു, നമ്മുടെ മാതള നാരങ്ങ, അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. മാതള നാരങ്ങ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുന്നത് കുറേ കൂടെ നല്ലതാണ്. അപ്പം ഞാനിതിനി എല്ലാവർക്കും ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കട്ടെ. എനിക്ക് പിന്നെ ഇതിന് ശേഷം വൈകിട്ട് നാരങ്ങയും ഈന്തപ്പഴം കൂടെ ഉള്ള അച്ചാറിടണം. കുറച്ചേ ഇടുന്നുള്ളൂ, എനിക്ക് അത്രയ്ക്ക് അർജൻറ്റ്. ചോദിച്ചവർക്ക് എനിക്ക് ഒക്കത്തില്ല എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നാരങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് കുറച്ച് അച്ചാറേ ഇടുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടണം, അതിൻ്റെ തയ്യാറിയൊക്കെ ഒന്ന് ചെയ്യണം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഈന്തപ്പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. വാങ്ങിച്ച വെളുത്തുള്ളി ഭയങ്കര മെനക്കേടുള്ള വെളുത്തുള്ളിയായിരുന്നു, കുഞ്ഞ്. ഞാൻ നോക്കിപ്പോയി വാങ്ങിച്ചതല്ല, ഞാൻ കടയിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു. അവരോട് ഞാൻ ചോദിച്ച് ചെറിയ എല്ലിയാന്നോ വലിയ എല്ലിയാന്നോ, എന്നാൽ അവർ വലിയ എല്ലിയാന്ന് പറഞ്ഞു. കുഴപ്പമില്ല, മീഡിയം സൈസില്ലാന്ന് പറഞ്ഞു. പക്ഷേ കൊണ്ടുവന്നുണ്ടെങ്കിൽ വെറും കുഞ്ഞെല്ലിയായിരുന്നു. കുറച്ച് നേരത്തെ ഉണ്ടായിരുന്ന വലുത്, ബാക്കിയെല്ലാം കുഞ്ഞതായിരുന്നു. അപ്പോൾ ഞാനിനി ഈന്തപ്പഴം ഇതുപോലെ അച്ചാറിടാൻ ആയിട്ടൊന്ന് പോകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് ഞാൻ കുപ്പിയിലാക്കാൻ നോക്കിയപ്പോഴാണ് ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വെച്ചത്. അപ്പം നമ്മുടെ ഈന്തപ്പഴവും ഡേറ്റ്സും അല്ല, നാരങ്ങയും ഡേറ്റ്സും കൂടെ ഈന്തപ്പഴം കൂടെ ഉള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.